ഓഫ് കോഴ്സ് ഉണ്ട്. രാഷ്ട്രീയത്തിൽ കാല് കുത്തിയത് മുതൽ എന്താ പറയുക, അഹങ്കാരം, ധാർഷ്ട്യം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പൈസ തിരിച്ച് ചോദിക്കുമ്പോഴുള്ള ടോണും കാര്യങ്ങളും നമ്മളോട് മാത്രമല്ല കേട്ടോ, രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ ആൾക്ക് എന്തും ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നുള്ള ഒരു ധാർഷ്ട്യത്തിലാണ് ഇപ്പം സംസാരിക്കുന്നത്. ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിർത്തിയിരിക്കുവാണ്. കാരണം മന്ത്രിമാരുടെ ലെവലിലും ഇതിലൊക്കെ വന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്ത് കളയും എന്ന് പറഞ്ഞ ഭീഷണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹണി റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ മുൻ ബിഗ് ബോസ് സീസണിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്ന ആൾ, ബൈ പ്രൊഫഷൻ ഡോക്ടറാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് തന്നെ ഉള്ള ആൾ, രാഷ്ട്രീയത്തിലും റീസെൻ്റ്ലി എൻട്രി ചെയ്തു. ആൾ പൈസ വാങ്ങിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് തിരിച്ചു തരാനായിട്ട് ഒരു സമയത്ത് പറഞ്ഞിട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ മെയിൻ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്, നമ്മൾ ലീഗലി മൂവ് ചെയ്തിട്ടും ആൾ അപ്പിയർ ചെയ്തൊന്നും ചെയ്യാതെ ഇന്നലെ ഒരു പ്രസ് മീറ്റ് നടത്തി. കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ് നടത്തി വസ്തുതാപരമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞ് പൈസ തിരിച്ചു തരാനുള്ള ഡിലേ ഇനിയും കൂട്ടാനായിട്ട് നിയമപരമായി പൊക്കോളൂ, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞ വെല്ലുവിളിയോടൊപ്പം തന്നെ അനാവശ്യമായ കുറേ കാര്യങ്ങളും ആ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുടെ ഒരു സൈഡും, ഒരു ഈവിൽ സൈഡും അതിനകത്ത് കൂടെ തന്നെ പറഞ്ഞു ഒരു പ്രസ് മീറ്റ് നടത്തണം എന്നുള്ളത് ഞങ്ങളുടെയും കൂടെ ആഗ്രഹമായിരുന്നു. കാരണം പല കാര്യങ്ങളും ആൾ മാനിപ്പുലേറ്റ് ചെയ്ത്, ഞങ്ങളുടെ കയ്യിൽ തെളിവെല്ലാം ഉണ്ട്, പൈസ കൊടുത്തവർക്കെല്ലാം അതിൻ്റെ തെളിവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആൾ പറഞ്ഞ സമയത്തിന് അത് തിരിച്ചു തരുന്നില്ല എന്ന് മാത്രമല്ല, കുറേ നാളായിട്ട് കുറേ അധികം മനുഷ്യരെ ഈ ഒരു രീതിയിൽ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ആളുടെ രാഷ്ട്രീയ ഭാവി തകർക്കാനോ അല്ലെങ്കിൽ പേഴ്സണൽ അറ്റാക്കിനോ എന്നൊക്കെ പറഞ്ഞ് വളച്ചൊടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫൈനലി മീഡിയയിൽ വന്ന് ഇത് കൊണ്ടുവരുന്നത് ഞങ്ങളല്ല. ഒരു സൈബർ കൊട്ടേഷൻ പോലെ അനന്ത് സുൽജിത്ത് എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചിട്ട് എനിക്കെതിരെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതും റോബിനാണ്. അങ്ങനെയാണ് ഇതൊക്കെ മീഡിയയിലോട്ട് നിങ്ങളിലോട്ടും എത്തുന്നത്. ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് വെറും ഒരു പേര് മാത്രമല്ല, പുള്ളി ഒരു BJP ഒരു ഫേസ് കൂടിയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഈ പണം തട്ടൽ എങ്ങനെയായിരുന്നു? എന്ത് വ്യക്തിബന്ധങ്ങളുടെ പേരിലാണോ? ഒരു കഴിഞ്ഞൊരു 1.5 വർഷമായിട്ടുള്ള പണം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കുന്നത്. അതായത് ഒരു സുഹൃത്ത് ബന്ധം ഇങ്ങനെ സ്ഥാപിച്ചിട്ട് നമ്മുടെ ഒരു വിശ്വാസം പിടിച്ചു പറ്റി ഒരു പബ്ലിക് സ്പേസിൽ നിൽക്കുന്ന ഒരാളാകുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും തോന്നും ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾ എങ്ങോട്ട് പോകാനാ മാക്സിമം ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ആ ഒരു വിശ്വാസം മുതലെടുത്തുകൊണ്ടും പിന്നെ ഹ്യൂജ് ഫാൻ ഫോളോയിങ് ഉള്ളതുകൊണ്ട് പുള്ളി എന്തൊരു നറേറ്റീവ് പറഞ്ഞാലും അത് വിശ്വസിക്കാനും ഉണ്ട് എന്നുള്ളത് കണ്ടിട്ട് ഹാബിച്വലായിട്ട് ഈ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്കിപ്പോൾ ഈ അടുത്താണ് അറിയാൻ കഴിയുന്നത്. ഒത്തിരി നാളായിട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മളോട് ഈ കാര്യം ചെയ്യുന്നത്. എത്ര ലക്ഷം രൂപ? എൻ്റെ കയ്യിൽ ഇനിയിപ്പോൾ തരാനായിട്ട് 8 ലക്ഷം രൂപയുണ്ട്. അതിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു തന്നിട്ടുണ്ട്. കറൻ്റ്ലി 8 ലക്ഷം രൂപ എനിക്ക് തരാനുണ്ട്. അതിന് ഇന്ന ഡേറ്റിന് തിരിച്ച് തന്നേക്കാം എന്നൊക്കെയുള്ള പുള്ളിയുടെ തന്നെ മെസ്സേജ്, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അത് കാണിച്ചു തരാം. ഇതിൽ പ്രസ് മീറ്റിൽ പറയുന്നത് എൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആൾ തിരിച്ച് തരാം എന്നുള്ളത് ഇന്നേ വരെ ഒരു പറയാതെ ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ എങ്ങനെ കൊടുക്കും? എമർജൻസി പറഞ്ഞിട്ട് ഒരു കുറച്ച് നേരം ആ അക്കൗണ്ട് നമ്പർ ഒന്ന് ആഡ് ചെയ്യാനുള്ള സാവകാശം പോലും എനിക്ക് തരാതിരിക്കുന്ന ടൈപ്പ് മെസ്സേജസ് വരെയുണ്ട്. പുള്ളിക്ക് ഭയങ്കര എമർജൻസിയാണ്, എപ്പോഴും ഫണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അല്ല, ഇതിന് BJP ബന്ധം കൂടി എടുത്ത് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു, അതെങ്ങനെയായിരുന്നു? ഇത് രാഷ്ട്രീയപരമാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ആള് ഫണ്ട് തിരിച്ചു തരുന്നതിൻ്റെ ആ ഡിലേ ഉള്ള സമയത്ത് തന്നെ ലക്ഷങ്ങൾ ടേബിൾ വെച്ചിട്ടുള്ള വീഡിയോ, ഇത് ഓർക്കണം, ഇത് ഇലക്ഷൻ സമയത്താണെന്ന് ഓർക്കണം. ഇലക്ഷൻ സമയത്ത് നമ്മളുടെയൊക്കെ വണ്ടികൾ മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഡാഷ്ബോർഡ് വരെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആൾക്ക് സോഴ്സ് എവിടുന്നാന്ന് അറിയാത്ത ലക്ഷങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള രീതിയിൽ ഇത് ചെയ്യുന്നത്, പൈസ ട്രാൻസാക്ഷൻസ് നടത്തുന്നത് ബൈ ക്യാഷ്. അതെങ്ങനെ വന്നു എന്നുള്ളൊരു സ്രോതസ് ഇലക്ഷൻ ടൈം ആകുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് അത് അറിയണം, ജനങ്ങളുടെ അടുത്ത് അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ അറിയണം. പ്രത്യേകിച്ച് ആൾ രാഷ്ട്രീയ എൻട്രി എന്നുള്ളൊരു കാര്യത്തിൽ നിൽക്കണം. ദിസ് ഇസ് നോട്ട് എഗെയിൻസ്റ്റ് എനി പാർട്ടിക്ക് എഗെയിൻസ്റ്റോ ഇതായിട്ടോ അല്ല. ജനസേവനത്തിനല്ലാതെ ഒരാളും രാഷ്ട്രീയത്തിലോട്ട്, ഒരു പാർട്ടിയിലും അല്ല, രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നത് നമുക്ക് അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ കാര്യങ്ങളും കൂടി പറയേണ്ടി വരുന്നത്. പൈസ കാണിച്ചിരുന്നു എന്നുള്ളതാണോ അതോ BJP ആ സമയത്ത് നമ്മൾക്ക് പൈസ തരാനുള്ളത് എൻ്റെ സുഹൃത്തുക്കൾക്കിടയിലുള്ളവർക്ക് പൈസ തന്നിട്ടുണ്ട്. ഇലക്ഷൻ്റെ സമയത്ത് ആളുടെ വരുമാനവും കാര്യങ്ങളും ഒക്കെ ഇലക്ഷൻ സമയത്ത് തന്നെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, മൈനെറ്റയിൽ കാണിച്ചിട്ടുണ്ട്, എല്ലാവർക്കും കാണാം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. എവിടുന്ന് വരുന്നു ഫണ്ട്, ആ സമയത്ത് എവിടുന്ന്, അത് ക്യാഷ് ആയിട്ട്, അക്കൗണ്ട് ട്രാൻസാക്ഷനും അല്ല, ക്യാഷ് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ട് എവിടുന്ന് വരുന്നു എന്നുള്ള സ്രോതസ് ആൾ തന്നെ വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, അതായത് BJPയുടെ നേതാവാണ് അല്ലെങ്കിൽ രാഷ്ട്രീയം? ഓഫ് കോഴ്സ് ഉണ്ട്. രാഷ്ട്രീയത്തിൽ കാല് കുത്തിയത് മുതൽ എന്താ പറയുക, അഹങ്കാരം, ധാർഷ്ട്യം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പൈസ തിരിച്ച് ചോദിക്കുമ്പോഴുള്ള ടോണും കാര്യങ്ങളും നമ്മളോട് മാത്രമല്ല കേട്ടോ,
രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ ആൾക്ക് എന്തും ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നുള്ള ഒരു ധാർഷ്ട്യത്തിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിർത്തിയിരിക്കുവാണ്. കാരണം മന്ത്രിമാരുടെ ലെവലിലും ഇതിലൊക്കെ വന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്ത് കളയും എന്ന് പറഞ്ഞ ഭീഷണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹണി ട്രാപ്പ് പോലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു സുഹൃത്ത് ബന്ധം സ്ഥാപിച്ച് ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്നിട്ട് അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് ആളുടെ അമ്മയുടെ ചികിത്സയ്ക്ക് വരെ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചെടുത്ത പൈസകളാണ്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇങ്ങനൊരു നെറേറ്റീവായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ എന്തായാലും മീഡിയേഷൻ ഉണ്ടാവുമല്ലോ. ഇടയ്ക്ക് ആരെങ്കിലും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെയോ അല്ലെങ്കിൽ നേതാക്കളെ ആരെങ്കിലും സമീപിച്ചിരുന്നു ഈ വിഷയം? യെസ്, ഓഫ് കോഴ്സ് സമീപിച്ചിരുന്നു. BJP-യിൽ ട്രിവാൻഡ്രത്തുള്ള സുരേഷ് സാറിനെ പോയി കണ്ടിരുന്നു. ഈ കാര്യങ്ങൾ മൊത്തം അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. അവർക്കറിയാം പാർട്ടി ഇടപെട്ടിട്ടാണെങ്കിലും ഇത് ചെയ്യാമെന്നുള്ളൊരു കാര്യം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇതായിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ മാത്രമല്ല, നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഫ്രണ്ട് പറഞ്ഞായിരുന്നു അബിൽ. യെസ്, അബിലിന്റെ കേസ് അത് എങ്ങനെയാ? അബിലിന്റെ പുള്ളിക്കും പൈസ കൊടുക്കാനുണ്ട്, ആൾക്കും പൈസ കൊടുക്കാനുണ്ട്.